കുംഭമേളയിലൂടെ പ്രസിദ്ധിയായ പെൺകുട്ടിയുടെ വിവാഹത്തിനെതിരെ കേസ്. ഭർത്താവിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. വിവാഹ നടത്തിപ്പിൽ CPIM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടായി എന്ന് കമ്മീഷൻ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, നേരത്തെ നമുക്കറിയാം വിശ്വ ഹിന്ദു പരിഷത്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അവർ DGPക്ക് പരാതിയും നൽകിയിരുന്നു. ഇവിടെ ഈ കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഇവർ നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു. ചില രേഖകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. പക്ഷേ 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളതാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് അതിന് ശേഷം ഉണ്ടാകുന്ന തുടർ നടപടികൾ? കേസെടുക്കുന്നു എന്നതുൾപ്പെടെ. അനുജ ഗോകുൽ, ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് ദേശീയ ഇത്തരത്തിൽ പട്ടികവർഗ കമ്മീഷൻ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശത്തിലാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയുടെ ഭർത്താവായ ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ചുമത്തിക്കൊണ്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകൾ, കാരണം ഈ വിവാഹം കഴിക്കുവാൻ വേണ്ടി വ്യാജരേഖകൾ അടക്കം നിർമ്മിച്ചു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 2009 ഡിസംബർ 30 ഈ പെൺകുട്ടി ജനിക്കുന്നത്. അപ്പോൾ വിവാഹം നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും ഇപ്പോൾ കമ്മീഷന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലും മധ്യപ്രദേശിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരള DGPയോടും അതുപോലെ തന്നെ മധ്യപ്രദേശ് DGPയോടും ഡൽഹിയിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അടക്കം സമർപ്പിക്കണമെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 22 നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വലിയ വിവാദം, നേരത്തെ തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പെൺകുട്ടിയുടെ പിതാവടക്കം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വാദം ഉന്നയിച്ച് രംഗത്ത് വരികയും അന്ന് ആധാർ കാർഡും തിരിച്ചറിയൽ രേഖകളെല്ലാം സമർപ്പിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ അന്ന് ഹാജരാക്കിയ തിരിച്ചറിയൽ രേഖകൾ പൂർണ്ണമായും വ്യാജമെന്നതാണ് ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ പോക്സോ കുറ്റം ചുമത്തിക്കൊണ്ട് ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ച CPIM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയായ AR റഹീം ഒക്കെ ഈ കല്യാണത്തിന് വിവാഹത്തിന്റെ വേദിയിൽ അല്ലെങ്കിൽ അതിനെ സംരക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പുലിവാല് പിടിക്കുമെന്ന് ഉറപ്പായില്ലേ? ഒപ്പം തന്നെ ഈ വിവാഹം നടത്തിച്ച് നൽകിയ ക്ഷേത്ര ഭാരവാഹികളൊക്കെ കുടുങ്ങുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകാം. അനുജ, എന്തായാലും വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യം പോകുന്നത്. കാരണം തിരുവനന്തപുരത്തെ അരുമാനൂരുള്ള നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വിവാഹം നടന്നത്. ആ വിവാഹത്തിൽ അന്ന് CPM ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ AR റഹീം MP, അതുപോലെ തന്നെ ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഇവരുടെ ആശീർവാദത്തോടു കൂടിയായിരുന്നു ആ വിവാഹം അന്ന് നടന്നിരുന്നത്. അന്ന് ആ വാർത്താ സമ്മേളനമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിൽ യാതൊരുവിധ കുറ്റവുമില്ല, അല്ലെങ്കിൽ ഇത് കൃത്യമായി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു നേതാക്കൾ അന്ന് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ റിപ്പോർട്ട് അത് പൂർണ്ണമായും അന്നത്തെ വാദങ്ങൾക്ക് എതിരെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രി റെക്കോർഡുകൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിലാണ് ഈ പെൺകുട്ടി ജനിക്കുന്നത്. ഈ പാർത്തി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. മഹേശ്വർ ഹോസ്പിറ്റലാണ് ജനിച്ചത്. ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ 2009 ഡിസംബർ 30 ഈ പെൺകുട്ടി ജനിച്ചതായി പറയുന്നത്. അപ്പോൾ വിവാഹം നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. അപ്പോൾ പെൺകുട്ടിയുടെ ഒപ്പം പെൺകുട്ടി വിവാഹം കഴിച്ച വ്യക്തി വ്യാജരേഖകൾ നിർമ്മിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസ് കടന്നേക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ കേരള DGPയോടും അതുപോലെ തന്നെ മധ്യപ്രദേശ് DGPയോടും ഇപ്പോൾ ആ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 22 ഡൽഹിയിൽ എത്തിക്കൊണ്ട് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് കാര്യം പോകുന്നത്. കാരണം അന്ന് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ജിഹാദ് ആരോപണമെല്ലാം പല കോണിൽ നിന്ന് സംഘപരിവാർ സംഘടനകൾ ഉയർത്തിയിരുന്നു. പക്ഷേ അത്തരം വാദങ്ങളെല്ലാം തള്ളുകയും ഈ കല്യാണത്തിന് പൂർണ്ണമായും CPM അടക്കമുള്ള പാർട്ടികൾ പിന്തുണ നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടും ചില നിരീക്ഷണങ്ങളും സംശയവും കമ്മീഷന്റെ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട്. PFI അതുപോലെ തന്നെ CPMന്റെ ഒരു പങ്ക് വിവാഹം നടത്തിപ്പിലുണ്ടോ എന്നതാണ് ഈ കമ്മീഷൻ പ്രകടിപ്പിച്ചിരിക്കുന്ന ആശങ്ക. എന്തായാലും വരും ദിവസങ്ങളടക്കം വലിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുജ ഗോകുൽ. ശരി അരവിന്ദ്, ഏതായാലും അതേതര കേരളത്തിന്റെ സംരക്ഷണം എന്നതായിരുന്നു അന്ന് CPM ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് CPIM നേതാക്കൾ പങ്കെടുത്ത ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിന് വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണ് മധ്യപ്രദേശ് പോലീസ്. ഇനി അതിൽ ഏതൊക്കെ നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.